പ്രഭാഷണങ്ങളും പ്രവൃത്തിയും വഴി നമ്മളെ സ്വാധീനിച്ച കുറേ മനുഷ്യരുണ്ടല്ലേ. ചിലരുടെ വാക്കുകൾ നമുക്കെപ്പോഴും ആശ്വാസവും ആത്മവിശ്വാസവും പ്രതീക്ഷയുമാകാം. ചില വ്യക്തികളെ കാണുമ്പോൾ അവരെ അനുകരിക്കാൻ തോന്നാറുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും സുവിശേഷ പ്രഘോഷകരുമായ മാരിയോ ജോസഫും ഭാര്യ ജിജിയും കുറേ ആളുകളിൽ സ്വാധീനം ചെലുത്തിയവരാണ്. ഒട്ടേറെ തകർന്ന കുടുംബ ബന്ധങ്ങളെ കോർത്തിണക്കിയ രണ്ടുപേരും മാതൃകാ ദമ്പതികളെന്നാണ് കരുതിയത്. മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് ദരിദ്ര പശ്ചാത്തലത്തിൽ വളർന്നു വന്ന സുലൈമാൻ പിന്നീട് ക്രിസ്ത്യാനിയായി മാറിയതാണ് കഥ. ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ച് പരിചയപ്പെട്ടാണ് ജിജിയെ വിവാഹം കഴിക്കുന്നത്. ഇവരുടെ കുടുംബ ജീവിതത്തിന്റെ തുടക്കം കുറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. പിന്നീട് സുവിശേഷ പ്രഘോഷണവും കൗൺസിലിങ്ങും ചാരിറ്റിയുമൊക്കെയായി രണ്ടുപേരും സമൂഹ മാധ്യമങ്ങളിലെ താരങ്ങളായി വളർന്നു. മറ്റുള്ളവരെ ഉപദേശിച്ച് നടന്ന മാരിയോയ്ക്കും ജിജിക്കുമിടയിൽ ഒടുവിൽ എന്തായിരിക്കും സംഭവിച്ചത്? രണ്ടുപേരും തമ്മിൽ പ്രൊഫഷണൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് എഫ്ഐആറിലെ വിവരങ്ങൾ. കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കൗൺസിലിംഗ് നടത്തുന്നവരാണ് മാരിയോ ജിജി ദമ്പതിമാർ. ദമ്പതികൾക്കുള്ള ധ്യാനങ്ങൾ സംഘടിപ്പിച്ചും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കൗൺസിലിംഗ് നടത്തിയും ഇരുവരും ശ്രദ്ധേയരായി. ഓൺലൈനിലും ഓഫ്ലൈനിലും ക്ലാസുകൾ നടത്തി. ലൈഫ് സ്റ്റൈൽ കോച്ച് എന്നാണ് ജിജി തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത്. ഫിലോകാലിയ എന്ന സംഘടന വഴി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവന്നിരുന്ന ഇവർ നിരവധി നിർധനരെ സഹായിക്കുകയും വീട് വെച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാം മതവിശ്വാസിയായിരുന്ന സുലൈമാനാണ് പിന്നീട് മാരിയോ ജോസഫായി മാറിയത്. 2.5 പതിറ്റാണ്ട് മുൻപ് ഒരു അസുഖം വന്നതോടെയാണ് കൊല്ലം സ്വദേശി സുലൈമാൻ ക്രിസ്തുമതത്തിലേക്ക് തിരിയുന്നത്. പിന്നീട് ചാലക്കുടി പോട്ടയിലെത്തി. അവിടെ മാരിയോ ജോസഫ് എന്ന സുവിശേഷകനായി. ഇതിനിടെ ജിജിയെ കാണുന്നു. ആ അടുപ്പം പ്രണയമായി, ഒടുവിൽ വിവാഹത്തിലുമെത്തി. രണ്ടുപേരും സുവിശേഷ രംഗത്ത് സജീവമായിരുന്നു. ഇതിനിടെ ഇരുവരുടെ ജീവിതത്തിലും സാമ്പത്തിക പ്രതിസന്ധിയുണ്ടായി. അതോടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്ഥാപനത്തിൽ മോട്ടിവേറ്ററായി മാരിയോ എത്തുന്നു. ഭാര്യയും നല്ല ജോലിയിൽ പ്രവേശിച്ചു. അങ്ങനെ സാമ്പത്തികമായി ഉയർന്നു. പിന്നീട് ബോബിയുമായി പ്രശ്നങ്ങളുണ്ടാവുകയും അതിനുശേഷം ഫിലോകാലിയ ഫൗണ്ടേഷൻ എന്ന പുതിയ ചാരിറ്റി സംഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ജീവകാരുണ്യ പ്രവർത്തനവും സുവിശേഷ പ്രഘോഷണവും കൗൺസിലിംഗുമായി മാരിയോ ജിജി ദമ്പതികൾ സമൂഹമാധ്യമങ്ങളിലടക്കം താരങ്ങളായി. ഇവരുടെ യാത്രകളും പ്രഭാഷണങ്ങളും ലോകമെമ്പാടുമുള്ള മലയാളികൾ ശ്രവിക്കാൻ തുടങ്ങി. എല്ലാ നിയന്ത്രണവും ആദ്യം ജിജിക്കായിരുന്നു. പിന്നീട് മാരിയോ ജോസഫ് കാര്യങ്ങളിൽ ഇടപെട്ടതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അങ്ങനെ ഇരുവരും 2 വീടുകളിലേക്ക് താമസം മാറി. ഫിലോകാലിയ ഫൗണ്ടേഷൻ 200 പേർക്ക് വീട് നൽകിയെന്നാണ് ഇവരുടെ അവകാശവാദം. ഇപ്പോൾ അതിരപ്പള്ളിയിൽ ആദിവാസികൾക്കായി 30 വീടുകൾ നിർമ്മിച്ചു നൽകുന്ന കാലയളവിലാണ് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. മാരിയോയും ജിജിയും തമ്മിൽ സ്ഥാപനം, തൊഴിൽ എന്നിവ സംബന്ധിച്ച് തർക്കമുണ്ടായി. 9 മാസമായി ഇവർ അകന്നുകഴിയുകയാണെന്ന് പോലീസ് പറയുന്നു. ഭർത്താവ് സെറ്റ് ടോപ്പ് ബോക്സ് കൊണ്ട് തലയ്ക്കടിച്ചുവെന്നും കയ്യിൽ കടിച്ചുവെന്നും തലമുടിയിൽ പിടിച്ചു വലിച്ചുവെന്നുമാണ് പരാതിയിൽ പറയുന്നത്. നവംബർ 1-നാണ് ജിജി പോലീസിൽ പരാതി നൽകിയത്. സംഭവത്തിൽ കേസെടുത്ത് ചാലക്കുടി പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. വഴക്കിനിടെ തന്റെ മൊബൈൽ നശിപ്പിച്ചെന്നും ജിജി ചാലക്കുടി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 1 മാസം തടവും 5000 രൂപ പിഴയും ലഭിക്കുന്ന കുറ്റമാണിത്. ജിജിക്കെതിരെ മാരിയോ ജോസഫും പരാതി നൽകിയിട്ടുണ്ട്. പരാതി പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് പ്രതികരിച്ചു. ജിജിയുടെ 1,60,000 രൂപ വില വരുന്ന ഫോണാണ് തകർത്തത്. ഇത് നന്നാക്കാൻ 70,000 രൂപ വേണ്ടിവരും. ഈ ഫോണിൽ പല നിർണായക തെളിവുകളുമുണ്ടായിരുന്നു. അത് നശിപ്പിക്കാനാണ് ഫോൺ തകർത്തത് എന്നാണ് ആരോപണം.